إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. മുസ്ലിം ഉമ്മത്ത് വ്യത്യസ്തങ്ങളായ സംഘങ്ങളായും കക്ഷികളായും അവർ ഭിന്നിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ഉമ്മത്തിനിടയിൽ ഭിന്നിപ്പ് വരിക എന്നുള്ളത് അത് നമുക്ക് വേദനയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമാണ്. ഈ ഉമ്മത്തിൽ ഭിന്നിപ്പ് സംഭവിക്കുമെന്നത് അല്ലാഹു തീരുമാനിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അലാ ഇന്ന മൻ ഖബ്ലകും മിൻ അഹ്ലിൽ കിതാബ് ഇഫ്തറഖു അലാ 72 മില്ലഹ്. നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ജൂത ക്രൈസ്തവർ അവർ 72 വിഭാഗങ്ങളായി ഭിന്നിച്ചിട്ടുണ്ട്. വ ഇന്ന ഹാദിഹിൽ മില്ലത സതഫ്തരിഖു അലാ 73. എൻ്റെ ഉമ്മത്ത് 73 വിഭാഗമായി ഭിന്നിക്കുന്നതാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, 72 ഫിന്നാർ വവാഹിദതൻ ഫിൽ ജന്ന. 72 വിഭാഗവും നരകത്തിലായിരിക്കും, ഒരു വിഭാഗം സ്വർഗ്ഗത്തിലേക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മുസ്ലിം ഉമ്മത്ത് മുഴുവനായും അതിലെ എല്ലാ കക്ഷികളും ഉന്മൂലനാശം സംഭവിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിട്ടില്ല. മറിച്ച് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യദുറുഹും മൻ ഖദലഹും ഹത്താ യഅതി അംറുല്ലാഹ്. ഖിയാമത്ത് നാൾ വരുന്നത് വരെ എൻ്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ആളുകൾ അവരെപ്പോഴും സത്യത്തിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഈ ഹദീസുകളെല്ലാം നമ്മോട് അറിയിക്കുന്നത് ഈ ഉമ്മത്തിൽ ഭിന്നിപ്പ് സംഭവിക്കും എന്നുള്ളത് തന്നെയാണ്. ഭിന്നിപ്പ് സംഭവിക്കുന്ന സന്ദർഭത്തിൽ നാം എന്ത് നിലപാട് സ്വീകരിക്കണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ പല കക്ഷികളും എല്ലാ കക്ഷികളും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ സുന്നത്തിന്റെയും ഖുർആനിന്റെയും ആളുകളാണ്, ഞങ്ങളാണ് സത്യത്തിന്റെ ആളുകൾ എന്നാണ് ഓരോ കക്ഷികളും വാദിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ എങ്ങനെയാണ് നമുക്ക് സത്യം മനസ്സിലാക്കാൻ കഴിയുക? അതിനുള്ള മാനദണ്ഡം എന്താണ്? അതിനുള്ള പരിഹാരം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ. എന്റെ കാലശേഷം ജീവിക്കേണ്ടി വരുന്ന ആളുകൾ അവർ ദീനിന്റെ വിഷയത്തിൽ ധാരാളം അഭിപ്രായ ഭിന്നതകൾ അവർ അഭിമുഖീകരിക്കേണ്ടി വരും, അവർ കാണേണ്ടി വരും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ദീനിന്റെ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതകൾ ധാരാളം ഉണ്ടാകും എന്ന് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, ഫഅലൈകും ബിസുന്നതി. ആ സന്ദർഭത്തിൽ നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. സച്ചരിതരായ ഖുലഫാഉർ റാഷിദീൻ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അവരുടെ ചര്യയെയും നിങ്ങൾ മുറുകെ പിടിക്കുക. തമസ്സകൂ ബിഹാ വഅദ്ദു അലൈഹാ ബിന്നവാജിസ്. നിങ്ങൾ അത് മുറുകെ പിടിക്കുകയും അണപ്പല്ലുകൾ കൊണ്ട് അത് കടിച്ചു പിടിക്കുകയും ചെയ്യുക. അഥവാ ഏതൊരു ഘട്ടത്തിലും ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ അത് മുറുകെ പിടിച്ചുകൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നമുക്ക് നിർദ്ദേശം നൽകുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഖത്തലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൻ ഖത്ത. ഒരു ദിവസം ഞങ്ങൾ റസൂലിന്റെ കൂടെ ഇരിക്കുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മണലിൽ ഒരു വര വരയ്ക്കുകയുണ്ടായി. വഖത്ത അൻ യമീനിഹി ഖത്ത വഖത്ത അൻ യസാരിഹി ഖത്ത. എന്നിട്ട് വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും ചില വരകൾ അവിടുന്ന് വരയ്ക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ഹാദാ സബീലുള്ളാഹ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരച്ച ആ നേരായ മാർഗം അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഇതാണ് അള്ളാഹുവിന്റെ മാർഗം, ഇതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു ധാരാളം വരകൾ അതിന്റെ ചുറ്റും അതിന്റെ ഇരുവശങ്ങളിലുമായി വരയ്ക്കുകയും എന്നിട്ട് പറഞ്ഞു, ഹാദിഹി സുബുലുൻ, ഇതാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിന്നെ തെറ്റിച്ചു കളയുന്ന ധാരാളം മാർഗങ്ങൾ. എന്നിട്ട് പറയുകയാണ്, അലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്താനുൻ യദ്ഉ ഇലൈഹ, ആ ഓരോ മാർഗത്തിലും ഒരു ശൈത്താൻ ഉണ്ടായിരിക്കും, നിന്നെ അതിലേക്ക് ക്ഷണിക്കുന്ന, ആ മാർഗത്തിലേക്ക് നിന്നെ ആനയിക്കുന്ന ഒരു ശൈത്താൻ ആ കവാടത്തിൽ, ആ മാർഗത്തിൽ ഉണ്ടായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞതായിരിക്കണം, കുല്ലുഹാ ഫിന്നാരി ഇല്ലാ വാഹിദതൻ, എല്ലാ വിഭാഗങ്ങളും എല്ലാ കക്ഷികളും അവർ നരകത്തിലാണ്, ഒരു വിഭാഗം ഒഴികെ. സ്വഹാബത്ത് ചോദിക്കുകയാണ്, മൻഹും യാ റസൂലല്ലാഹ്, റസൂലേ ആ വിജയിച്ച കക്ഷികൾ അവരാരാണ്? റസൂലുള്ളാഹി പറയുന്നു, മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിൽ നിലകൊണ്ടുപോകും ആ മാർഗത്തിൽ നിലകൊള്ളുന്നവരാണ് വിജയിച്ചവരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ അനുഷ്ഠാനത്തിലും നമ്മുടെ സ്വഭാവത്തിലും എല്ലാത്തിലും നാം മാതൃകയാക്കേണ്ടത് റസൂലിന്റെയും സ്വഹാബത്തിന്റെയും മാർഗത്തെയാണ്. ആ മാർഗമാണ് നാം മുറുകെ പിടിക്കേണ്ടത്. ഭിന്നിപ്പുകൾ ഉണ്ടാകുമ്പോൾ നാം സ്വീകരിക്കേണ്ട നിലപാട് അതായിരിക്കണം. അതല്ലാതെ ചില ആളുകളൊക്കെ പറയുന്നത് കാണാം, ഭിന്നിപ്പുകൾ ഉണ്ടാകുമ്പോൾ ദീനിന്റെ വിഷയത്തിൽ ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണുമ്പോൾ ചിലർ സത്യം മനസ്സിലാക്കാൻ, ഹക്ക് മനസ്സിലാക്കാൻ അവർ പരിശ്രമിക്കാറില്ല. അവർ പറയും, നിങ്ങളെല്ലാവരും കണക്ക് തന്നെയാണ്, എല്ലാവരും ഇങ്ങനെ ഭിന്നിപ്പിന്റെ ആളുകൾ തന്നെയാണ് എന്ന് പറഞ്ഞ് സത്യവും അസത്യവും മനസ്സിലാക്കാതെ നിന്റെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന വിഷയമാണ് എന്ന ഗൗരവമില്ലാതെ ഇത്തരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ദുനിയാവിന്റെ വിഷയത്തിൽ അവരുടെ നിലപാടുകൾ അങ്ങനെയല്ല. ദുനിയാവിൽ ഒരു കച്ചവടം തുടങ്ങുമ്പോൾ അവരതിനെ കുറിച്ച് പഠിക്കാറുണ്ട്. എവിടെയാണ് കച്ചവടം തുടങ്ങേണ്ടത്, ഏത് മേഖലയിലാണ് തുടങ്ങേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. എന്തിനധികം നമ്മളുടെ മക്കൾക്ക് നാം വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു രൂപയുടെ മിഠായിയെ കുറിച്ച് പോലും നാം അന്വേഷിക്കാറുണ്ട്. ഇത് കഴിച്ചാൽ എന്റെ മക്കൾക്ക് ദോഷമുണ്ടാകുമോ എന്ന് പോലും നാം അന്വേഷിക്കാറുണ്ട്. അതിനെക്കുറിച്ച് നാം മറ്റുള്ളവരോട് ചോദിക്കാറുണ്ട്. എന്നാൽ നിന്റെ സ്വർഗനരകം തീരുമാനിക്കുന്ന ഈ വിഷയത്തെക്കുറിച്ച് നിനക്ക് ഇത്തരത്തിലുള്ള ഒരു താല്പര്യമില്ല എങ്കിൽ അത് നിന്റെ നഷ്ടത്തിലേക്കാണ് നീ കാലെടുത്ത് വെക്കുന്നത് എന്ന് നീ അറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, ഖൈറുൻ നാസി ഖർനി, ജനങ്ങളിൽ ഏറ്റവും ഉത്തമരായവർ അതെന്റെ തലമുറയാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അവരെ പിന്തുടർന്ന് വന്ന താബിഈങ്ങളാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അവരെ പിന്തുടർന്ന് വന്ന തബഉ താബിഈങ്ങളാണ്. ആദ്യത്തെ 3 തലമുറ അവരെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല തലമുറ എന്ന് വിശേഷിപ്പിച്ചത് സ്വഹാബത്തിനെയാണ്. സ്വഹാബത്ത് റസൂലിന്റെ കൂടെ ജീവിച്ചവരാണ്, ഖുർആൻ അവതരണത്തിന് സാക്ഷിയായവരാണ്, റസൂലിൽ നിന്നും നേരിട്ട് ദീനിന്റെ അധ്യാപനങ്ങൾ പഠിച്ചവരാണ്. ഹദീസിന്റെയും ആയത്തുകളുടെയും എല്ലാം അതിന്റെ ശരിയായ അർത്ഥവും അതിന്റെ വ്യാഖ്യാനവും റസൂലിൽ നിന്ന് പഠിച്ച ഒരു വിഭാഗമാണ് സ്വഹാബത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ സ്വഹാബത്തിന്റെ മാർഗം, ആദ്യത്തെ 3 തലമുറയുടെ മാർഗം അത് നാം മുറുകെ പിടിക്കുക. അതിനാണ് സലഫ്, അവരെയാണ് സലഫുകൾ എന്ന് പറയുന്നത്. ആ മാർഗത്തിനെയാണ് മൻഹജു സലഫ് എന്ന് നാം പരിചയപ്പെടുത്താറുള്ളത്. ചിലരൊക്കെ പറയുന്നത് അതൊരു 5ാം മദ്ഹബാണ്, അതല്ലെങ്കിൽ അത് ഗൾഫിൽ നിന്ന് അറബ് നാടുകളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നതാണ്, അതല്ലെങ്കിൽ പിഴച്ചുപോയ തീവ്ര ചിന്താധാരകളായ ISIS പോലെയുള്ള, താലിബാൻ പോലെയുള്ള, അതല്ലെങ്കിൽ ഹിസ്ബുൽ മുജാഹിദീൻ ഇങ്ങനെ പോലെ പിഴച്ച കക്ഷികൾ തീവ്രവാദത്തിന്റെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന ഖവാരിജികളുടെ പിന്തുണമുറക്കാരായിക്കൊണ്ട് സലഫികളെ പരിചയപ്പെടുത്താറുണ്ട്. യഥാർത്ഥത്തിൽ സലഫി എന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ സലഫുകൾ എന്ന് പറഞ്ഞാൽ അവരാരാണ്? സ്വഹാബത്തിന്റെ മാർഗത്തെ മുറുകെ പിടിക്കുന്നവർ. അവരുടെ വിശ്വാസത്തിലും അനുഷ്ഠാനത്തിലും അവരുടെ സ്വഭാവത്തിലും എല്ലാ വിഷയത്തിലും സ്വഹാബത്തിന്റെ മാർഗത്തെ മുറുകെ പിടിക്കുന്നവരാണ് സലഫികൾ എന്ന് പറയുന്നത്. നാം നമ്മുടെ സ്ഥാപനങ്ങൾക്ക്, നമ്മുടെ പള്ളികൾക്ക്, മദ്രസകൾക്ക് സലഫി എന്ന് നാമകരണം ചെയ്യാറുണ്ട്. അതിന്റെ അർത്ഥം എന്താണ് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ മറ്റ് സംഘടനകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു പേര് എന്നതിലപ്പുറമായി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പലർക്കും അറിയില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് സലഫി മൻഹജ് അത് നാം പഠിക്കേണ്ടതുണ്ട്. മൻഹജു സലഫ് അത് നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് നാം പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതുണ്ട്. സഹാബത്തിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ മാർഗമാണ് നാം മുറുകെ പിടിക്കേണ്ടത് എന്ന് പറയുന്ന സന്ദർഭത്തിൽ ചില ആളുകൾ ചോദിക്കാറുണ്ട്, അവരൊക്കെ 6ാം നൂറ്റാണ്ടിൽ ജീവിച്ച പ്രാകൃതരായ അറബികളല്ലേ, എന്തിനാണ് അവരുടെ ശ്രേഷ്ഠതകൾ, എന്തിനാണ് അവർക്ക് നമുക്കില്ലാത്ത ശ്രേഷ്ഠതകൾ, എന്താണ് അവർക്കുള്ളത് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു, ഖൈറുൻ നാസി ഖർനി, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമരായവർ അത് സ്വഹാബത്തിന്റെ തലമുറയാണ്. സ്വഹാബത്തിനോളം
ശ്രേഷ്ഠതയുള്ള ഒരു വിഭാഗം ഇനി വരാനില്ല. അവരെക്കാൾ ശ്രേഷ്ഠരായ ഒരു വിഭാഗം ഇവിടെ കഴിഞ്ഞു പോയിട്ടുമില്ല. അതുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം. അദ്ദേഹം പറയുകയാണ്, ഇന്നല്ലാഹ നളറ ഫീ ഖുലൂബിൽ ഇബാദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളുടെ ഹൃദയത്തിലേക്ക് നോക്കി. ഫവജദ ഖൽബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറ ഖുലൂബിൽ ഇബാദ്. അങ്ങനെ അല്ലാഹുവിന്റെ അടിമകളുടെ ഹൃദയങ്ങളിൽ വെച്ച് ഏറ്റവും സംശുദ്ധമായ ഏറ്റവും നല്ല ഹൃദയം അത് മുഹമ്മദ് നബിയുടെ ഹൃദയമായിരുന്നു. ഫസ്തഫാഹു അല്ലാഹു ലിനഫ്സിഹി ഫബ്തഅസഹു ബിരിസാലതിഹി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, ആ ദീനിന്റെ വ്യാപനത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയെ തിരഞ്ഞെടുക്കുകയും റസൂലായി അയക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ثم نظر في قلوب العباد بعد قلب محمد صلى الله عليه وسلم. മുഹമ്മദ് നബിയുടെ ഹൃദയത്തിന് ശേഷം അല്ലാഹു വീണ്ടും സൃഷ്ടികളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കി. فوجد قلوب اصحابه خير قلوب العباد. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് അവരുടെ ഹൃദയമായിരുന്നു ഏറ്റവും നല്ല ഹൃദയമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടെത്തുകയാണ്. അങ്ങനെ فجعلهم وزراء نبيه يقاتلون على دينه. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ റസൂലിന്റെ സഹാബത്താക്കുകയും ഈ ദീനിന്റെ സംരക്ഷണാർത്ഥം ആ റസൂലിന്റെ കൂടെ യുദ്ധത്തിൽ പോരാടുന്നവരാക്കി അള്ളാഹു അവരെ മാറ്റുകയും ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. അദ്ദേഹം മറ്റൊരിക്കൽ പറയുകയാണ്, കാനു അഫ്ളല ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായവർ അത് സ്വഹാബത്താണ്. അബർറഹ ഖുലൂബൻ, ഏറ്റവും നല്ല ഹൃദയത്തിന്റെ നന്മ നിറഞ്ഞ ഹൃദയത്തിന്റെ ഉടമകളാണവർ. വഅഅമഖഹ ഇൽമ, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് അള്ളാഹുവെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവർ, അവരെ കുറിച്ച് ഏറ്റവും നന്നായി അവഗാഹമുള്ളവരാണ് സ്വഹാബത്ത് എന്ന് പറയുന്നവർ. വഅഖല്ലഹ തകല്ലുഫ, അതുപോലെ തീരെ ജാടയില്ലാത്തവർ, അഥവാ ഇല്ലാത്തത് പുറത്തേക്ക് പ്രകടിപ്പിക്കാത്തവർ, പെരുപ്പിച്ച് കാണിക്കാത്തവരാണവർ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഖൗമുൻ ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബതി നബിയിഹി, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ സഹവസിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വിഭാഗമാണവർ. വഇഖാമത്തി ദീനിഹി, അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിർത്തുവാൻ വേണ്ടി, അതിന്റെ സ്ഥാപനത്തിന് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു വിഭാഗമാണവർ. ഫഅരിഫൂ ലഹും ഫദ്ലഹും, അവരുടെ ശ്രേഷ്ഠതകൾ നാം അറിയേണ്ടതുണ്ട്. സഹാബത്തിനുള്ള ശ്രേഷ്ഠതകൾ എന്താണ് അത് നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വത്തബിഊഹും ഫീ ആസാരിഹിം, അവരുടെ കാലടിപ്പാടുകളെ നിങ്ങൾ പിന്തുടരുക. ആ സ്വഹാബത്തിന്റെ അഭിപ്രായങ്ങൾ, ആ സ്വഹാബത്ത് ഏകാഭിപ്രായമായ കാര്യങ്ങൾ, അതിനോട് നാം ഒരിക്കലും ഭിന്നിച്ചു നിൽക്കാൻ പാടില്ല. അവരുടെ നിലപാടുകൾ, അവരുടെ നിർദ്ദേശങ്ങൾ, അവരുടെ ഉപദേശങ്ങൾ, അതെല്ലാം നാം മുറുകെ പിടിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യേണ്ടതുണ്ട്. ഫഇന്നഹും കാനൂ അലൽ ഹുദൽ മുസ്തഖീം, അവർ നേരായ സിറാത്തുൽ മുസ്തഖീമിലാണ് നിലകൊള്ളുന്നതെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് സഹാബത്തിന്റെ ശ്രേഷ്ഠതകൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ചില ആളുകൾ അവർ ചോദിക്കുന്നതായി കാണാം, സഹാബത്തിന്റെ ശ്രേഷ്ഠതകളുണ്ട്, അവർ ഈ ഉമ്മത്തിലെ ഏറ്റവും ഉത്തമർ തന്നെയാണ്, പക്ഷേ അവരുടെ മാർഗത്തെ പിൻപറ്റുക എന്നത് അത് നിർബന്ധമാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ ഖുർആനും സുന്നത്തും അത് മനസ്സിലാക്കണമെങ്കിൽ സ്വഹാബത്തിന്റെ മാർഗം അത് നീ മുറുകെ പിടിക്കേണ്ടതുണ്ട്. നമസ്കാരം നിന്റെ മേലെങ്ങനെ നിർബന്ധമാണോ, സക്കാത്ത് നിന്റെ മേലെങ്ങനെ നിർബന്ധമാണോ, റമദാനിലെ നോമ്പ് അതെങ്ങനെ നിർബന്ധമാണോ, അതുപോലെ നിർബന്ധമായ ഒരു കാര്യമാണ് ഖുർആനും സുന്നത്തും. അത് സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക, അവരെങ്ങനെ അത് നടപ്പിലാക്കി അതുപോലെ നടപ്പിലാക്കുക എന്നത്. അല്ലാഹു പറയുന്നു, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗം വന്നു കിട്ടിയതിനു ശേഷവും റസൂലിന്റെ മാർഗത്തോട് ഭിന്നിച്ചു നിൽക്കുന്നവർ, വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, എന്നിട്ട് മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം അത് പിൻപറ്റുന്നവർ. ആരാണ് മുഅ്മിനീങ്ങൾ? ഖുർആൻ അവതരണ കാലത്ത് മുഅ്മിനീങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അത് സ്വഹാബത്താണ്. അതുകൊണ്ട് റസൂലിന്റെ സന്മാർഗം അത് വലിച്ചെറിയുകയും എന്നിട്ട് സ്വഹാബികളുടേതല്ലാത്ത മാർഗം പിന്തുടരുകയുമാണെങ്കിൽ നുവല്ലിഹി മാ തവല്ല, അവൻ തിരിഞ്ഞ വഴിക്ക് നാം അവനെ തിരിച്ചുവിടുന്നതാണ്. വനുസ്ലിഹി ജഹന്നം, നരകത്തിലെത്തി നാം അവനെ കരിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പഠിപ്പിക്കുകയാണ്. മറ്റൊരായത്തിൽ കാണാം, ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ, വേദക്കാരിലും മറ്റും പെട്ട അവിശ്വാസികൾ അവർ നിങ്ങൾ വിശ്വസിച്ചതുപോലെ, അഥവാ മുഅ്മിനീങ്ങൾ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചാൽ ഫഖദ് ഇഹ്തദൗ, അവർ നേർമാർഗത്തിലായി കഴിഞ്ഞിരിക്കുന്നു എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഹിദായത്തിലാകുവാൻ, നേർമാർഗത്തിൽ നിലകൊള്ളുവാൻ ആഗ്രഹിക്കുന്നവർ അവർ സ്വഹാബത്തിന്റെ മാർഗത്തെയാണ് പിൻപറ്റേണ്ടതും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും, അലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക, അതുപോലെ വഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ, സന്മാർഗ സരണികളായ എന്റെ സ്വഹാബത്തിന്റെ അവരുടെ സുന്നത്തിനെയും നിങ്ങൾ മുറുകെ പിടിക്കുക എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞത്. അതുകൊണ്ട് ഭിന്നിപ്പെന്ന് പറയുന്ന ആ മഹാമാരി
അതിനുള്ള പരിഹാരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണ്? സ്വഹാബത്തിന്റെ മാർഗത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. അതാണ് ഐക്യത്തിന്റെ ഒരുമയുടെ മാനദണ്ഡവും അത് തന്നെയാണ് ശരിയായ ഇസ്ലാം. അത് സ്വഹാബത്തും റസൂലും താബിഈങ്ങളും അവരൊക്കെ എങ്ങനെ മനസ്സിലാക്കി, അവരതെങ്ങനെ നടപ്പിലാക്കി എന്നതുപോലെ നാം മനസ്സിലാക്കുകയാണ് വേണ്ടത്. എന്നാൽ ഇത് അംഗീകരിക്കാതെ ഇതിനെ പരിഹസിക്കുന്ന, ഇതിനെ പുച്ഛിച്ച് തള്ളുന്ന ആളുകളുണ്ട്. അവരെത്രമാത്രം പരിതാപകരമായ അവസ്ഥയിലാണ് എന്ന് നാം ആലോചിച്ച് നോക്കുക. ഇനി നാം നമ്മുടെ മുൻപിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, കക്ഷികൾ, അവരിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ ഈ സലഫി മൻഹജു സലഫുമായി അവർക്കുള്ള ബന്ധം എത്രയാണ്? അഥവാ സഹാബത്തുമായി, സഹാബത്തിന്റെ മാർഗവുമായി, താബിഈങ്ങളുടെ മാർഗവുമായി അവർക്കുള്ള ബന്ധം എത്രയാണ്? നാം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്നിട്ട് നമ്മുടെ നിലപാടുകൾ നാം ശരിപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതെന്തിനു വേണ്ടിയാണ്? അത് തൗഹീദിന് വേണ്ടിയാണ്. ശിർക്കിനെതിരെയുള്ള താക്കീതാണ് ഖുർആനിലുള്ളത്. എന്നാൽ ഖുർആനിലെ ആയത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ തെളിവ് കണ്ടെത്തുന്നവർ, മുഹമ്മദ് നബിയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്നതിന് തെളിവായിക്കൊണ്ട് ആയത്തുകൾ ഓതുന്നവരുണ്ട്. അവരോട് നമുക്ക് ചോദിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഈ ആയത്ത് അവതരിച്ചത് അത് സ്വഹാബത്തിനാണ്. ഈ ആയത്ത് ഒന്നാമതായി കേട്ടത് അത് സ്വഹാബത്താണ്. ഏത് സ്വഹാബിയാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മരണപ്പെട്ടവരോട് തേടിയത്? ഏത് സ്വഹാബത്താണ് ഇന്ന വലിയന്റെ ഖബറിന്റെ അടുക്കൽ പോയി ഈ കാര്യം ചോദിച്ചിട്ടുള്ളത് എന്നൊരു ചോദ്യം ചോദിക്കുന്നതോടുകൂടി അവരുടെ വാദങ്ങൾ മുഴുവനും അത് പൊളിഞ്ഞു പോകുന്നതാണ്. ഖബർ കെട്ടിപ്പൊക്കുവാൻ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുണ്ട്. അവരോട് നമുക്ക് ചോദിക്കാനുള്ളത് ഈ ചോദ്യമാണ്. നിങ്ങൾ ഖബർ കെട്ടിപ്പൊക്കാൻ ഉദ്ധരിക്കുന്ന ആയത്ത് അതാദ്യമായി കേട്ടത് സ്വഹാബത്താണ്. ഏത് സ്വഹാബിയാണ് ഏതെങ്കിലും ഒരു മറ്റു സഹാബികളുടെ ഖബറുകൾ കെട്ടിപ്പൊക്കിയതായി നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? ഇങ്ങനെ ധാരാളം തെളിവുകൾ കൊണ്ടുവരുമ്പോൾ അവരോട് നമുക്ക് ഒന്നാമതായി ചോദിക്കാനുള്ള ചോദ്യം അത് ഈ ചോദ്യമായിരിക്കണം. ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ബിദ്അത്തുകളുടെ കാര്യത്തിൽ അങ്ങനെയാണ്. നബിദിനം ആഘോഷിക്കുന്നവർ, അതല്ലാത്ത മറ്റു ബിദ്അത്തുകളൊക്കെ ചെയ്യുന്ന ആളുകൾ, അവരോടും നമുക്ക് ഒന്നാമതായി ചോദിക്കാനുള്ളത് ഇത് തന്നെയാണ്. ഈ ഹദീസ് ആദ്യമായി മനസ്സിലാക്കിയത്, അത് നബിയിൽ നിന്ന് നേരിട്ട് പഠിച്ചവർ അത് സഹാബത്താണ്. പിന്നീട് താബിഈങ്ങളാണ്. അവരൊന്നും ഇങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് അവരെങ്ങനെ മനസ്സിലാക്കി എന്നതിലേക്ക് നിങ്ങൾ മടക്കൂ എന്നാണ് അത്തരക്കാരോട് നമുക്ക് പറയാനുള്ളത്. അതുപോലെ അള്ളാഹുവിന്റെ സിഫാത്തുകൾ അതിനെ ദുർവ്യാഖ്യാനിക്കുന്നവർ, അതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല രാത്രിയുടെ അന്ത്യയാമത്തിൽ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ചിലർ അതിനെ വ്യാഖ്യാനിക്കുകയാണ്. അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മലക്കിറങ്ങുമെന്നാണ് ഉദ്ദേശം, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുമെന്നാണ് ഉദ്ദേശം. അവരോട് ചോദിക്കുക, ഏത് സഹാബിയാണ് അങ്ങനെയുള്ള വ്യാഖ്യാനം നൽകിയത്? ആരാണ് അങ്ങനെ പഠിപ്പിച്ചത്? അവരോട് ചോദിക്കുക. ഒട്ടനവധി ഹദീസുകളിൽ നമുക്ക് കാണാം അള്ളാഹു കോപിക്കും, അള്ളാഹു ചിരിക്കും, അള്ളാഹു സന്തോഷിക്കും, അള്ളാഹു അത്ഭുതം കൂറും എന്നിങ്ങനെ അള്ളാഹുവിന്റെ ഒട്ടനവധി വിശേഷണങ്ങളുണ്ട്. ഇതിനെയൊക്കെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് അള്ളാഹുവിന്റെ ഇത്തരത്തിലുള്ള സിഫാത്തുകൾ അതിനെയൊക്കെ സഹാബത്ത് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അതുപോലെ നാം മനസ്സിലാക്കുക. അതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗവും നമ്മുടെ ദീനിന്റെ സംരക്ഷണവും അതിലാണ് നിലകൊള്ളുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ മാർഗത്തെ മുറുകെ പിടിക്കുകയും അതിലായി ജീവിച്ച് മരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യവും അതിന്റെ വിജയവും ആഗ്രഹിക്കുന്നവർ അവർ റസൂലിന്റെയും സഹാബത്തിന്റെയും മാർഗത്തിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട് എന്നാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. അവരേതൊരു വിശ്വാസത്തിലാണോ നിലകൊണ്ടത്, അവരുടെ അനുഷ്ഠാന കർമ്മങ്ങൾ എങ്ങനെയായിരുന്നുവോ, അവരുടെ ജീവിതവും അവരുടെ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ ഏതൊരു രീതിയിലായിരുന്നോ, അതുമായി അതിലേക്ക് കടന്നു വരുന്നതിലൂടെയാണ് ഒരു മുസ്ലിമിന്റെ വിജയമുള്ളത്. എന്നാൽ അധിക ആളുകളും അവർ ഖുർആനും സുന്നത്തും അതാണ് നമ്മുടെ പ്രമാണമെന്ന് അംഗീകരിക്കും. പക്ഷേ സഹാബത്തിന്റെ ഈ മാർഗത്തെക്കുറിച്ച് പറയുമ്പോൾ പല ആളുകൾക്കും അതൊന്ന് അംഗീകരിക്കാൻ ഒരു മടിയുള്ളതുപോലെ, പ്രയാസമുള്ളതുപോലെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, ലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ മാ അസ്ലഹ അവ്വലഹ. ഈ ഉമ്മത്തിലെ അതിന്റെ തുടക്കക്കാർ അവരെ നന്നാക്കിയ കാര്യം എന്താണോ അതുകൊണ്ടല്ലാതെ ഈ ഉമ്മത്തിലെ അവസാനക്കാരും നന്നാവുകയില്ല.
ഈ ഉമ്മത്തിലെ തുടക്കക്കാർ അത് സഹാബത്തായിരുന്നു. അവർ നന്നാക്കിയത് റസൂലിന്റെ ഖുർആനും സുന്നത്തും അവിടുത്തെ അധ്യാപനങ്ങളാണ്. അതുകൊണ്ട് അവർ നിലകൊണ്ട വിശ്വാസവും അവർ നിലകൊണ്ട അനുഷ്ഠാനങ്ങളും അതിലാണ് നാമും നിലകൊള്ളേണ്ടത്, അതിലാണ് നമ്മുടെ വിജയമുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. അതുകൊണ്ട് തന്നെ ഈ മാർഗം അൽ ഫിർഖത്തുൻ നാജിയ, വിജയിക്കുന്ന ഈ കക്ഷി, അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ആ മാർഗം എങ്ങനെയാണ്? ലൈലുഹാ കനഹാരിഹ, അതിന്റെ രാത്രി പോലും പകല് പോലെ അത് വ്യക്തമാണ്, പ്രശോഭിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചതായി കാണാം. അതുകൊണ്ട് തന്നെ നാം ദിവസവും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്ന ചോദ്യമാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അല്ലാഹുവേ, സിറാത്തുൽ മുസ്തഖീമിൽ, നേരായ മാർഗത്തിൽ, വളവില്ലാത്ത മാർഗത്തിൽ നീ ഞങ്ങളെ വഴി ചേർക്കണമേ. ഏതാണ് ആ മാർഗം? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹുവേ, നീ നിഅമത്ത് ചെയ്ത അനുഗ്രഹിച്ചവരുടെ മാർഗം. അല്ലാഹു അനുഗ്രഹിച്ച വിഭാഗം ആളുകൾ ആരാണ്? അല്ലാഹു മറ്റൊരായത്തിൽ പറഞ്ഞതായി കാണാം, വമൻ യുതിഇല്ലാഹ വർ-റസൂൽ ഫഉലൈക മഅൽ ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. നബിമാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ, അവരുടെ മാർഗമാണ് അല്ലാഹു അനുഗ്രഹിച്ചവരുടെ മാർഗം. സിദ്ദീഖീങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടെ നേതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ശുഹദാക്കൾ എന്ന് പറയുമ്പോൾ ബദറിലും ഉഹദിലും അതുപോലെ യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്ത് ഷഹീദായ സഹാബത്താണ്. അവരുടെ മാർഗത്തിൽ ഞങ്ങൾ നീ വഴി ചേർക്കണമേ എന്നാണ് നാം ദിവസേന 17 തവണ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ മാർഗം എന്താണ്, അതിനെക്കുറിച്ച് പഠിക്കുകയും നമ്മുടെ നിലപാടുകൾ, നമ്മുടെ വിശ്വാസങ്ങൾ അതുമായി നാം തട്ടിച്ചു നോക്കുകയും ഒരു പുനർവിചിന്തനത്തിന് നാം തയ്യാറെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. സഹാബത്തിന്റെ ഈ മാർഗം അത് മുറുകെ പിടിക്കുമ്പോൾ പല ആളുകളും നമ്മെ പരിഹസിച്ചേക്കാം. ഇതാ പുതിയ ഒരു ദീനുമായി ഒരാൾ കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ ഉപ്പമാർക്ക് പരിചയമില്ലാത്ത, നമ്മുടെ നാട്ടുകാർക്ക് പരിചയമില്ലാത്ത, നമ്മുടെ വെല്ലുപ്പമാർ കേൾക്കാത്ത ഒരു പുതിയ കാര്യവുമായി കുറച്ച് ചെറുപ്പക്കാർ വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ സത്യവും അസത്യവും വേർതിരിക്കുന്നത് അത് ആളുകളുടെ അംഗബലമല്ല, മറിച്ച് പ്രമാണമാണ്. ഖുർആനും സുന്നത്തും എവിടെ നിൽക്കുന്നുവോ അതാണ് സത്യത്തിന്റെ മാനദണ്ഡം. കുറെ ആളുകൾ മറുചേരിയിലാണ് എന്നതുകൊണ്ട് അത് സത്യമാവുകയില്ല. അതുകൊണ്ട് സത്യവും അസത്യവും തീരുമാനിക്കുന്നത് അത് പ്രമാണങ്ങളാണ്. പ്രമാണങ്ങളോടുള്ള നമ്മുടെ നിലപാടുകളാണ് സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ബദഅൽ ഇസ്ലാമു ഗരീബ. ഈ ഇസ്ലാം അതിന്റെ തുടക്കകാലം എങ്ങനെയായിരുന്നു? ഒരു അപരിചിതമായി കൊണ്ടാണ്. ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾക്കൊക്കെ ഒരു അപരിചിതത്വം അനുഭവപ്പെട്ട കാലമുണ്ടായിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, വസയഊദു കമാ ബദഅ ഗരീബ. ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിലേക്ക് അത് മടക്കപ്പെടുന്നതാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ പറയുമ്പോൾ അതൊക്കെ ഒരു അപരിചിതത്വം അനുഭവപ്പെടുന്ന, അത് കേൾക്കുമ്പോൾ എന്തോ ഒരു പ്രയാസം അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. റസൂലുള്ളാഹി പറയുകയാണ്, ഫതൂബാ ലിൽ ഗുറബ. ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഇത്തരത്തിലുള്ള ഗുറബാക്കളായ ആളുകൾ, അവർക്ക് സന്തോഷമുണ്ട്, അവർക്ക് സ്വർഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. സഹാബത്ത് റസൂലിനോട് ചോദിക്കുകയാണ്, മനിൽ ഗുറബ. റസൂലെ, ആരാണ് ഗുറബാക്കൾ, ആരാണ് അപരിചിതർ? റസൂലുള്ളാഹി പറയുന്നു, ഹും ഉനാസുൻ സാലിഹൂന ഖലീൽ ഫീ ഉനാസിൻ സൂഇൻ കസീർ. തിന്മകളിൽ മുഴുകി ജീവിക്കുന്ന ധാരാളം ആളുകൾക്കിടയിൽ വളരെ കുറച്ചാളുകൾ, നന്മയുള്ള കുറച്ചാളുകൾ, അവരെയാണ് ഗുറബാക്കൾ എന്ന് പറയുന്നത്. മറ്റു റിവായത്തിൽ കാണാം, യുസ്ലിഹൂന മാ അഫ്സദ അന്നാസു മിൻ സുന്നതി. എന്റെ സുന്നത്തിൽ നിന്ന് ജനങ്ങൾ കേടുവരുത്തിയതിനെ, ജനങ്ങൾ നശിപ്പിച്ചതിനെ, അതിനെ നേരെയാക്കുന്ന ആളുകൾ, അവരെയാണ് ഗുറബാക്കൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് റസൂലിന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക. റസൂലും സഹാബത്തും എങ്ങനെയാണോ ഈ ദീൻ നമുക്ക് എത്തിച്ചു തന്നത് അതുപോലെ നിലകൊള്ളുക. അതിലാണ് നമ്മുടെ വിജയമുള്ളത് എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നാം ഏവരെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداء الدين. اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.